ഹലോ നമസ്കാരം. നമുക്കിന്ന് 150 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യം ഒസിറിസ് അപ്പെക്സ്. അപ്പോഫിസ് എന്ന ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാനുള്ള നാസ ദൗത്യം ഒസിറിസ് അപ്പെക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി 5ാം തവണയും അധികാരത്തിലെത്തിയ വനിത ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായി 5ാം തവണയും അധികാരത്തിലെത്തിയ വനിത ഷെയ്ഖ് ഹസീന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അംഗസംഖ്യ 10 ആക്കിയ ബഹുരാഷ്ട്ര കൂട്ടായ്മ ബ്രിക്സ്. ഈജിപ്ത്, ഇത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി അംഗസംഖ്യ 10 ആക്കിയ ബഹുരാഷ്ട്ര കൂട്ടായ്മ ബ്രിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 മികച്ച ട്രാക്ക് അത്ലീറ്റിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ പുരുഷ താരം നോഹ ലൈൽസ്. 2023 മികച്ച ട്രാക്ക് അത്ലീറ്റിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ പുരുഷ താരം നോഹ ലൈൽസ്. 2023 മികച്ച ട്രാക്ക് അത്ലീറ്റിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ വനിതാ താരം ഫെയ്ത്ത് കിപ്പിയേഗൻ. 2023 മികച്ച ട്രാക്ക് അത്ലീറ്റിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ വനിതാ താരം ഫെയ്ത്ത് കിപ്പിയേഗൻ. ഫീൽഡ് ഇനങ്ങളിലെ മികച്ച പുരുഷ താരത്തിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ അത്ലീറ്റ് അർമാൻഡ് ഡുപ്ലിൻഡസ്. ഫീൽഡ് ഇനങ്ങളിലെ മികച്ച പുരുഷ താരത്തിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ അത്ലീറ്റ് അർമാൻഡ് ഡുപ്ലിൻഡസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫീൽഡ് ഇനങ്ങളിലെ മികച്ച വനിതാ താരത്തിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ അത്ലീറ്റ് യൂളിമർ റൊഹാസ്. ഫീൽഡ് ഇനങ്ങളിലെ മികച്ച വനിതാ താരത്തിനുള്ള വേൾഡ് അത്ലറ്റിക്സ് പുരസ്കാരം നേടിയ അത്ലീറ്റ് യൂളിമർ റൊഹാസ്. ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ. 2023 ഫിഡെ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലെ പുരുഷ വിഭാഗം ജേതാവ് മാഗ്നസ് കാൾസൺ. യൂട്യൂബ് ചാനലിൽ 20 ദശലക്ഷം വരിക്കാരെ ലഭിച്ച ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യൂട്യൂബ് ചാനലിൽ 20 ദശലക്ഷം വരിക്കാരെ ലഭിച്ച ലോകത്തിലെ ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജ്യാന്തര ക്രിക്കറ്റിൽ 7 കലണ്ടർ വർഷങ്ങളിൽ 2000 മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. രാജ്യാന്തര ക്രിക്കറ്റിൽ 7 കലണ്ടർ വർഷങ്ങളിൽ 2000 മുകളിൽ റൺസ് സ്കോർ ചെയ്യുന്ന ആദ്യ താരം വിരാട് കോഹ്ലി. 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് COP29 വേദിയാകുന്ന രാജ്യം അസർബൈജാൻ. 2024 കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം അസർബൈജാൻ. തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവ് ലായ് ചിങ്തെ. തായ്വാന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി നേതാവ് ലായ് ചിങ്തെ. ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യ ബോളർ ന്യൂസിലാൻഡ്. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ 150 വിക്കറ്റ് തികച്ച ആദ്യ ബോളർ ന്യൂസിലാൻഡിലെ ടീം സൗത്ത്. മികച്ച സിനിമയ്ക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ഓപ്പൻഹൈമർ. മികച്ച സിനിമയ്ക്കുള്ള വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ഓപ്പൻഹൈമർ. മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ വ്യക്തി ക്രിസ്റ്റഫർ നോലൻ, സിനിമ ഓപ്പൻഹൈമർ. മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ വ്യക്തി ക്രിസ്റ്റഫർ നോലൻ, സിനിമ ഓപ്പൻഹൈമർ. മികച്ച നടനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരം കിലിയൻ മർഫി. മികച്ച നടനുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരം കിലിയൻ മർഫി, സിനിമ ഓപ്പൻഹൈമർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മികച്ച നടിക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരം ഗ്ലാഡ്സ്റ്റൺ. മികച്ച നടിക്കുള്ള ഈ വർഷത്തെ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയ താരം ഗ്ലാഡ്സ്റ്റൺ. 3 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഗോത്ര വനിത ലിലി ഗ്ലാഡ്സൺ. 3 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടുന്ന ആദ്യ ഗോത്ര വനിത ലിലി ഗ്ലാഡ്സൺ. 2023 മികച്ച ലോക ഫുട്ബോളർക്കുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായ താരം ലയണൽ മെസ്സി. 2023 മികച്ച ലോക ഫുട്ബോളർക്കുള്ള ഫിഫ
ദി ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായ താരം ലയണൽ മെസ്സി, അർജന്റീന. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം നേടിയ താരം ഐറ്റാന ബോൺമറ്റി, സ്പെയിനിലാണ്. മികച്ച വനിതാ ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ പുരസ്കാരം നേടിയ താരം ഐറ്റാന ബോൺമറ്റി, സ്പെയിൻകാരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 മികച്ച പരിശീലകനുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹനായ കോച്ച് പെപ് ഗ്വാർഡിയോള, മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകനാണ്. 2023 മികച്ച പരിശീലകനുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹനായ കോച്ച് പെപ് ഗ്വാർഡിയോള. 2023 മികച്ച വനിതാ പരിശീലകയ്ക്കുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹയായ കോച്ച് സെറീന വീഗാൻ, ഇംഗ്ലണ്ടാണ്. 2023 മികച്ച വനിതാ പരിശീലകയ്ക്കുള്ള ഫിഫ പുരസ്കാരത്തിന് അർഹയായ കോച്ച് സെറീന വീഗാൻ, ഇംഗ്ലണ്ടിന്റെ കോച്ചാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 മികച്ച ഗോളിനുള്ള പുരസ്കാരം നേടിയ ഫുട്ബോളർ. 2023 മികച്ച ഗോളിനുള്ള പുസ്കാസ് പുരസ്കാരം നേടിയ ഫുട്ബോളർ ഗില്ലർമി മദ്രുക. AFC പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി യോഷിമി യമഷിത. AFC പുരുഷ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ റഫറി യോഷിമി യമഷിത. മൂൺ നൈപ്പർ എന്നു പേരുള്ള സ്മാർട്ട് ലാൻഡർ ദൗത്യം വഴി ചന്ദ്രനിൽ ഇറങ്ങുന്ന 5ാമത്തെ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയ രാജ്യം ജപ്പാൻ. മൂൺ നൈപ്പർ എന്നു പേരുള്ള സ്മാർട്ട് ലാൻഡർ ദൗത്യം വഴി ചന്ദ്രനിൽ ഇറങ്ങുന്ന 5ാമത്തെ രാജ്യം എന്ന നേട്ടം സ്വന്തമാക്കിയ രാജ്യം ജപ്പാൻ. 2023 മികച്ച ക്രിക്കറ്റർക്കുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് പാറ്റ് കമിൻസ്. 2023 മികച്ച ക്രിക്കറ്റർക്കുള്ള രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം പാറ്റ് കമിൻസ്. 2023 ICC ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം വിരാട് കോഹ്ലി. 2023 ICC ഏകദിന ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം വിരാട് കോഹ്ലി. 2023 ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം ഉസ്മാൻ ഖവാജ, ഓസ്ട്രേലിയ താരമാണ്. 2023 ICC ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ താരം ഉസ്മാൻ ഖവാജ, ഓസ്ട്രേലിയ താരം. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം യാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ താരം യാനിക് സിന്നർ. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം അരീന സബലേങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഗ്രാൻഡ് സ്ലാമിൽ വനിതാ സിംഗിൾസ് കിരീടം നേടിയ താരം അരീന സബലേങ്ക. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ഡബിൾസിൽ മാത്യു എബ്ഡിനിക്കൊപ്പം കിരീടം നേടിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. 2024 ഓസ്ട്രേലിയൻ പുരുഷ ഡബിൾസിൽ മാത്യു എബ്ഡിനിക്കൊപ്പം കിരീടം നേടിയ ഇന്ത്യൻ താരം രോഹൻ ബൊപ്പണ്ണ. പുരുഷ ഗ്രാൻഡ് സ്ലാംസ് ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് നേടിയ ടെന്നീസ് താരം രോഹൻ ബൊപ്പണ്ണ. പുരുഷ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡ് നേടിയ താരം രോഹൻ ബൊപ്പണ്ണ. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക്. മനുഷ്യ മസ്തിഷ്കത്തിൽ ആദ്യമായി വയർലെസ് ചിപ്പ് വിജയകരമായി സ്ഥാപിച്ച ഇലോൺ മസ്കിന്റെ കമ്പനി ന്യൂറാലിങ്ക്. ഗ്രാമിയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം 4ാം തവണയും സ്വന്തമാക്കിയ ആദ്യ താരം ടെയ്ലർ സ്വിഫ്റ്റ്. ഗ്രാമിയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം 4ാം തവണയും സ്വന്തമാക്കിയ ആദ്യ താരം ടെയ്ലർ സ്വിഫ്റ്റ്. ഈ വർഷത്തെ ബെസ്റ്റ് വോക്കൽ പെർഫോമൻസ് ഗ്രാമി പുരസ്കാരം നേടിയ താരം ടെയ്ലർ സ്വിഫ്റ്റ്. ഈ വർഷത്തെ ബെസ്റ്റ് വോക്കൽ ഫോർ പെർഫോമൻസ് ഗ്രാമി പുരസ്കാരം നേടിയ താരം ടെയ്ലർ സ്വിഫ്റ്റ്. ഏതു സിനിമയിലെ വാട്ട് വാസ് എ മെയ്ഡ് ഫോർ എന്ന ഗാനമാണ് മികച്ച ഗാനത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയത്? ബാർബി. ഏത് സിനിമയിലെ വാട്ട് വാസ് ഐ മെയ്ഡ് ഫോർ എന്ന ഗാനമാണ് മികച്ച ഗാനത്തിനുള്ള ഗ്രാമി പുരസ്കാരം നേടിയത്? ബാർബി. ഈ വർഷത്തെ റെക്കോർഡ് ഓഫ് ദി ഇയർ ഗ്രാമി പുരസ്കാരം നേടിയ താരം മൈലി സൈറസ്.
ഈ വർഷത്തെ റെക്കോർഡ് ഓഫ് ദി ഇയർ ഗ്രാമി പുരസ്കാരം നേടിയ താരം മൈലി സൈറസ്. മികച്ച പുതുമുഖ ആർട്ടിസ്റ്റിനുള്ള ഗ്രാമി പുരസ്കാരം ഈ വർഷം നേടിയ താരം വിക്ടോറിയ മോനി. മികച്ച പുതുമുഖ ആർട്ടിസ്റ്റിനുള്ള ഗ്രാമി പുരസ്കാരം ഈ വർഷം നേടിയ താരം വിക്ടോറിയ മോനി. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ICC റാങ്കിങ്ങിൽ ക്രിക്കറ്റിന്റെ ഫോർമാറ്റുകളിലും ഒന്നാമനാകുന്ന ആദ്യ ബോളർ ജസ്പ്രീത് ബുംറ. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ റാങ്കിങ്ങിൽ ക്രിക്കറ്റിന്റെ 3 ഫോർമാറ്റുകളിലും ഒന്നാമനാകുന്ന ആദ്യ ബോളർ ജസ്പ്രീത് ബുംറ. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഖത്തർ. AFC ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഖത്തർ. 2024 ലോക സർക്കർ ഉച്ചകോടിക്ക് വേദിയായ രാജ്യം UAE. വടക്കൻ അയർലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ പദവിയിലെത്തിയ ഷിൻഫെയിൻ പാർട്ടി നേതാവ് മിഷേൽ ഒനീൽ. വടക്കൻ അയർലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ പദവിയിലെത്തിയ ഷിൻഫെയിൻ പാർട്ടി നേതാവ് മിഷേൽ ഒനീൽ. 2024 ദക്ഷിണാഫ്രിക്ക വേദിയായ ICC അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. 2024 ദക്ഷിണാഫ്രിക്ക വേദിയായ ICC അണ്ടർ-19 ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഓസ്ട്രേലിയ. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ടീം സ്ക്വാഡ് എന്ന നേട്ടം സ്വന്തമാക്കിയ ഇംഗ്ലീഷ് ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ടീം സ്ക്വാഡ് എന്ന നേട്ടം സ്വന്തമാക്കിയ ഇംഗ്ലീഷ് ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സ്വതന്ത്ര ഡെവലപ്പർമാർക്കായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ നിർമ്മിത ബുദ്ധി മാതൃക, അതായത് AI മോഡൽ ഗെമ്മ. സ്വതന്ത്ര ഡെവലപ്പർമാർക്കായി ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ AI മോഡൽ ഗെമ്മ. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ എന്ന നേട്ടം കൈവരിച്ച ദൗത്യം ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡർ എന്ന നേട്ടം കൈവരിച്ച ദൗത്യം ഒഡീസിയസ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡറായ ഒഡീസിയസ് വിക്ഷേപിച്ച US കമ്പനി ഇൻക്യൂട്ടീവ് മെഷീൻസ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡറായ ഒഡീസിയസ് വിക്ഷേപിച്ച US കമ്പനി ഇൻക്യൂട്ടീവ് മെഷീൻസ്. ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് പുരസ്കാര ചടങ്ങിൽ 7 ബഹുമതികൾ സ്വന്തമാക്കിയ ചിത്രം ഓപ്പൺഹൈമർ. ഈ വർഷത്തെ ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് പുരസ്കാര ചടങ്ങിൽ 7 ബഹുമതികൾ സ്വന്തമാക്കിയ ചിത്രം ഓപ്പൺഹൈമർ. 2024 കൊമോറസ്, ടിമോർ ലെസ്റ്റ് എന്നീ രാജ്യങ്ങൾ അംഗത്വം നേടിയ ആഗോള സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ 2024 കൊമോറസ്, ടിമോർ ലെസ്റ്റ് എന്നീ രാജ്യങ്ങൾ അംഗത്വം നേടിയ ആഗോള സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. നാറ്റോ സൈനിക സംഘത്തിലെ 32ാം അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യം സ്വീഡൻ. നാറ്റോ സൈനിക സംഘത്തിലെ 32ാം അംഗമായി ചേർന്ന യൂറോപ്യൻ രാജ്യം സ്വീഡൻ. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ നേതാവ് ഷഹബാസ് ഷെരീഫ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായി വീണ്ടും അധികാരമേറ്റ നേതാവ് ഷഹബാസ് ഷെരീഫ്. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ രാജ്യം UAE. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന് വേദിയായ രാജ്യം UAE. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ 700 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ പേസ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ. ഇംഗ്ലണ്ടാണ് സ്വദേശം. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ 700 വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന ആദ്യ പേസ് ബോളർ ജെയിംസ് ആൻഡേഴ്സൺ. 96ാം ഓസ്കാർ അവാർഡ് നിശയിൽ 7 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഓപ്പൺഹൈമർ. 96ാം ഓസ്കാർ അവാർഡ് നിശയിൽ 7 പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഓപ്പൺഹൈമർ. 2024 ഓസ്കാർ അവാർഡ് നിശയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ സിനിമ ഓപ്പൺഹൈമർ. 2024 ഓസ്കാർ അവാർഡ് നിശയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയ സിനിമ ഓപ്പൺഹൈമർ. 2024 മികച്ച രാജ്യാന്തര സിനിമയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. 2024 മികച്ച രാജ്യാന്തര സിനിമയ്ക്കുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ ചിത്രം ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ്. 2024 മികച്ച സംവിധായകനുള്ള ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരം നേടിയത് ക്രിസ്റ്റഫർ നോലൻ. 2024 മികച്ച നടനുള്ള ഓസ്കാർ പുരസ്കാരം നേടിയ അഭിനേതാവ് കിലിയൻ മർഫി. മികച്ച നടിക്കുള്ള ഈ വർഷത്തെ ഓസ്കാർ പുരസ്കാരം നേടിയ അഭിനേതാവ് എമ്മ സ്റ്റോൺ.
പാകിസ്ഥാൻ പ്രസിഡന്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആസിഫ് അലി സർദാരി. പാകിസ്ഥാൻ പ്രസിഡന്റായി രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആസിഫ് അലി സർദാരി. പാകിസ്ഥാനിലെ പ്രസിഡന്റിന്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിത എന്ന ബഹുമതി നേടുന്ന ആദ്യ വനിത അസീഫ ഭൂട്ടോ. പാകിസ്ഥാനിലെ പ്രസിഡന്റിന്റെ പുത്രി എന്ന നിലയിൽ പ്രഥമ വനിത എന്ന ബഹുമതി നേടുന്ന ആദ്യ വനിത അസീഫ ഭൂട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഓവറുകൾക്കിടയിലെ സമയനിഷ്ഠ പാലിക്കാൻ സ്റ്റോപ്പ് ക്ലോക്ക് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംഘടന രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ ICC. ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് മത്സരങ്ങളിൽ ഓവറുകൾക്കിടയിൽ സമയനിഷ്ഠ പാലിക്കാൻ സ്റ്റോപ്പ് ക്ലോക്ക് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംഘടന രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ന്യൂസിലാൻഡിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി പുരസ്കാരം നേടിയ ഇന്ത്യൻ വംശജൻ രജിൻ രവീന്ദ്ര. ന്യൂസിലാൻഡിന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം അതറിയപ്പെടുന്ന സർ റിച്ചാർഡ് ഹാഡ്ലി മെഡൽ നേടിയ ഇന്ത്യൻ വംശജൻ രജിൻ രവീന്ദ്ര. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഫിൻലൻഡ്. ഈ വർഷത്തെ UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇസ്രായേൽ. ഈ വർഷത്തെ UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇസ്രായേൽ. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ വർഷത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 126. ഈ വർഷത്തെ UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. ഈ വർഷത്തെ UN വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഏറ്റവും സന്തോഷം കുറഞ്ഞ രാജ്യം അഫ്ഗാനിസ്ഥാൻ. 2023 ലോക ജല ദിനത്തിന്റെ മാർച്ച് 22-നാണ് ലോക ജലദിനം. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലീവറേജിംഗ് വാട്ടർ ഫോർ പീസ്. 2024 ലോക ജലദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലീവറേജിംഗ് വാട്ടർ ഫോർ പീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഥമ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ്. പ്രഥമ ന്യൂക്ലിയർ എനർജി ഉച്ചകോടിക്ക് വേദിയായ നഗരം ബ്രസൽസ്. ഭൂമി ഉൾപ്പെടുന്ന താരാപഥമായ ആകാശഗംഗയിൽ പുതിയതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേര് ശക്തി ആൻഡ് ശിവ. ഭൂമി ഉൾപ്പെടുന്ന താരാപഥമായ ആകാശഗംഗയിൽ പുതിയതായി കണ്ടെത്തിയ പ്രാചീന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് നൽകിയ പേര് ശക്തി, ശിവ. US സംസ്ഥാനമായ ബാൾട്ടിമോറിൽ 4 വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പൽ ഡാലി. US സംസ്ഥാനമായ ബാൾട്ടിമോറിൽ 4 വരി പാലം ഇടിച്ചു തകർത്ത സിംഗപ്പൂർ കപ്പൽ ഡാലി. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ ചിലെ വനിതാ താരം കാമില കാരം. രാജ്യാന്തര ഹോക്കി ഫെഡറേഷന്റെ അത്ലറ്റിക്സ് കമ്മിറ്റിയുടെ അധ്യക്ഷയായ ചിലെ വനിതാ താരം കാമില കാരം. കരയിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ സ്ഥലമായ പോയിന്റ് നെമോ സന്ദർശിക്കുന്ന ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ. കരയിൽ നിന്ന് ഏറ്റവും ദൂരെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിലെ സ്ഥലമായ പോയിന്റ് നെമോ സന്ദർശിക്കുന്ന ആദ്യ വ്യക്തി ക്രിസ് ബ്രൗൺ. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം. ലോകാരോഗ്യ ദിനം വരുന്നത് ഏപ്രിൽ 7 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. 2024 ലോക ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഇസ്രയേലിനുള്ള ആയുധ സഹായം നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ട UN സംഘടന UNHRC. ഇസ്രയേലിനുള്ള ആയുധ സഹായം നിർത്തിവയ്ക്കാൻ ആവശ്യപ്പെട്ട UN സംഘടന UNHRC. ഫോർബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലെ ഒന്നാമൻ ബെർണാഡ് അർണോൾഡ്. ഫോർബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തെ അതിസമ്പന്നരുടെ പട്ടികയിലെ ഒന്നാമൻ ബെർണാഡ് അർണോൾഡ്. ATP മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരം റോഹൻ ബൊപ്പണ്ണ. ATP മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പുകളിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കൂടിയ ടെന്നീസ് താരം റോഹൻ ബൊപ്പണ്ണ. ഏതു ബഹിരാകാശ ഏജൻസിയുമായി ചേർന്നാണ് ഇസ്രോ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ സംഘടിപ്പിക്കുന്നത്? JAXA.
ഏത് ബഹിരാകാശ ഏജൻസിയുമായി ചേർന്നാണ് ഇസ്രോ ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷൻ അതായത് ലൂപെക്സ് സംഘടിപ്പിക്കുന്നത്? ജാക്സ എന്ന ബഹിരാകാശ ഏജൻസിയുമായി ചേർന്നിട്ടാണ്. ജപ്പാനാണ് രാജ്യം. ജപ്പാൻ രാജ്യമായ ജാക്സ ബഹിരാകാശ ഏജൻസി ജാക്സ. പാരീസ് ഒളിമ്പിക്സിന്റെ ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ താരം ബിൽക്കിസ്. പാരീസ് ഒളിമ്പിക്സിന്റെ ജൂറി അംഗമാകുന്ന ആദ്യ ഇന്ത്യൻ താരം ബിൽക്കിസ്. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. 2024 അന്തരിച്ച അടിസ്ഥാന കണികയായ ഫിഗ്സ് ബോസോണിന്റെ സാധ്യത പ്രവചിച്ച ഇംഗ്ലീഷ് നോബൽ ജേതാവ് ആരാണ്? പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. 2024 അന്തരിച്ച ഇംഗ്ലീഷ് നോബൽ ജേതാവാണ് അദ്ദേഹം. അടിസ്ഥാന കണികയായ ഹിഗ്സ് ബോസോണിന്റെ സാധ്യത പ്രവചിച്ചിരുന്നു. ആ നോബൽ ജേതാവ് പീറ്റർ ഡബ്ല്യു ഹിഗ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ 1-ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയ താരം നൊവാക് ജോക്കോവിച്ച്. സിംഗിൾസ് ടെന്നീസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായമേറിയ 1-ാം റാങ്കുകാരൻ എന്ന റെക്കോർഡ് നേടിയ താരം നൊവാക് ജോക്കോവിച്ച്. ടെന്നീസ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം 1-ാം റാങ്ക് സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ് ഏത് താരത്തിന്റെ പേരിലാണ്? നൊവാക് ജോക്കോവിച്ച്. ടെന്നീസ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ആഴ്ചക്കാലം 1-ാം റാങ്ക് സ്വന്തമാക്കിയതിന്റെ റെക്കോർഡ് ഏത് താരത്തിന്റെ പേരിലാണ്? നൊവാക് ജോക്കോവിച്ച്. ഈ വർഷത്തെ ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. ഈ വർഷത്തെ ലോക പൈതൃക ദിനത്തിന്റെ അതായത് ഏപ്രിൽ 18 ലോക പൈതൃക ദിനം. ഈ വർഷത്തെ ലോക പൈതൃക ദിനത്തിന്റെ പ്രമേയം ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡ് നേടിയ ഇംഗ്ലീഷുകാരൻ ജോൺ ആൽഫ്രഡ് ടിനിസ്വുഡ്. ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായമേറിയ പുരുഷൻ എന്ന റെക്കോർഡ് നേടിയ ഇംഗ്ലീഷുകാരൻ ജോൺ ആൽഫ്രഡ് ടിനിസ്വുഡ്. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലർ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ. ലോക ജനസംഖ്യയിൽ 2-ാം സ്ഥാനത്തുള്ള രാജ്യം ചൈന. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ 144.17 കോടി. യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ജനസംഖ്യ 144.17 കോടി. ലോക ചെസ് ചാമ്പ്യനെ കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ ഗുകേഷിന്റെ എതിരാളിയായ ചൈനീസ് താരം ഡിങ് ലിറൻ. ലോക ചെസ് ചാമ്പ്യനെ കണ്ടെത്താനുള്ള പോരാട്ടത്തിൽ ഗുകേഷിന്റെ എതിരാളിയായ ചൈനീസ് താരം ഡിങ് ലിറൻ. പുരുഷ ഡിസ്കസ് ത്രോയിൽ 38 വർഷങ്ങൾക്ക് ശേഷം പുതിയ ലോക റെക്കോർഡ് കുറിച്ച ലിത്വാനിയൻ താരം മൈക്കോളാസ് അലക്ന. പുരുഷ ഡിസ്കസ് ത്രോയിൽ 38 വർഷങ്ങൾക്ക് ശേഷം പുതിയ ലോക റെക്കോർഡ് കുറിച്ച ലിത്വാനിയൻ താരം മൈക്കോളാസ് അലക്ന. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറിച്ച ഗ്രീസിലെ സ്ഥലം ഒളിമ്പിയ. പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറിച്ച ഗ്രീസിലെ സ്ഥലം ഒളിമ്പിയ. ഒളിമ്പിയയിൽ പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏറ്റുവാങ്ങിയ അത്ലറ്റ് സ്റ്റെഫാനോസ് ദുസ്കോസ്. ഒളിമ്പിയയിൽ പാരീസ് ഒളിമ്പിക്സിന്റെ ദീപശിഖ ഏറ്റുവാങ്ങിയ അത്ലറ്റ് സ്റ്റെഫാനോസ് ദുസ്കോസ്. ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. ബഹിരാകാശത്തെ ആയുധ മത്സരം തടയണമെന്ന ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതി പ്രമേയം വീറ്റോ ചെയ്ത രാജ്യം റഷ്യ. ബഹിരാകാശത്തെ അപകടകരമായ ആണവായുധ മത്സരം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്യുന്ന പ്രമേയം UN അവതരിപ്പിച്ച രാജ്യങ്ങൾ US ആൻഡ് ജപ്പാൻ.
ബഹിരാകാശത്തെ അപകടകരമായ ആണവായുധ മത്സരം അവസാനിപ്പിക്കാൻ ലോകരാഷ്ട്രങ്ങളെ ആഹ്വാനം ചെയ്യുന്ന പ്രമേയം UN-ൽ അവതരിപ്പിച്ച രാജ്യങ്ങൾ US ആൻഡ് ജപ്പാൻ. രാജ്യാന്തര നാണ്യനിധിയുടെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ക്രിസ്റ്റലീന ജോർജീവ. രാജ്യാന്തര നാണ്യനിധിയുടെ മാനേജിംഗ് ഡയറക്ടറായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വനിത ക്രിസ്റ്റലീന ജോർജീവ. കായിക ലോകത്തെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം നൊവാക് ജോക്കോവിച്ച്. കായിക ലോകത്തെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട പുരുഷ താരം നൊവാക് ജോക്കോവിച്ച്. 2023 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം ഐറ്റാന ബോൺമറ്റി. 2023 ലോറസ് സ്പോർട്സ് പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം ഐറ്റാന ബോൺമറ്റി. 2023 ലോറസ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ദേശീയ വനിതാ ഫുട്ബോൾ ടീം സ്പെയിൻ. 2023 ലോറസ് ടീം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ദേശീയ വനിതാ ഫുട്ബോൾ ടീം സ്പെയിൻ. 2023 ലോറസ് ബ്രേക്ക് ത്രൂ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ജൂഡ് ബെല്ലിംഗാം. 2023 ലോറസ് ബ്രേക്ക് ത്രൂ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇംഗ്ലീഷ് ഫുട്ബോൾ താരം ജൂഡ് ബെല്ലിംഗാം. 2024 ICC T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായ വിഖ്യാത അത്ലറ്റ് ഉസൈൻ ബോൾട്ട്. 2024 ICC T20 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറായ വിഖ്യാത അത്ലറ്റ് ഉസൈൻ ബോൾട്ട്. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി. റഷ്യയുടെ പ്രസിഡന്റായി 5ാം തവണയും അധികാരമേറ്റ വ്യക്തി വ്ളാഡിമിർ പുടിൻ. റഷ്യയുടെ പ്രസിഡന്റായി 5ാം തവണയും അധികാരമേറ്റ വ്യക്തി വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സോവിയറ്റ് കാലത്തിനു ശേഷം ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടിയ വോട്ടുകൾ നേടി അധികാരം നിലനിർത്തിയ വ്യക്തി വ്ളാഡിമിർ പുടിൻ. റഷ്യൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സോവിയറ്റ് കാലത്തിനു ശേഷം ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഏറ്റവും കൂടിയ വോട്ടുകൾ നേടി അധികാരം നിലനിർത്തിയ വ്യക്തി വ്ളാഡിമിർ പുടിൻ. ആഗോള വിപണിയിൽ നിന്ന് പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡിന്റെ ഉൽപാദകർ ആസ്ട്രാസെനെക്ക. ആഗോള വിപണിയിൽ നിന്ന് പിൻവലിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡിന്റെ ഉൽപാദകർ ആസ്ട്രാസെനെക്ക. പൈലറ്റ് ഇല്ലാത്ത നിർമ്മിത ബുദ്ധി നിയന്ത്രിത F-16 വിസ്റ്റ യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം US. പൈലറ്റ് ഇല്ലാത്ത AI നിയന്ത്രിത F-16 വിസ്റ്റ യുദ്ധവിമാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം US. 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിന്റെ ഭ്രമണപഥ പേടകത്തിന് ചൈന പ്രഖ്യാപിച്ച പേര് മെങ്സു. 2030 ചന്ദ്രനിലേക്ക് ആളുകളെ എത്തിക്കുന്ന ദൗത്യത്തിന്റെ ഭ്രമണപഥ പേടകത്തിന് ചൈന പ്രഖ്യാപിച്ച പേര് മെങ്സു. വിക്ടോറിയ ഷീ എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ച രാജ്യം യുക്രൈൻ. വിക്ടോറിയ ഷീ എന്ന പേരിൽ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യ നയതന്ത്ര പ്രതിനിധിയെ അവതരിപ്പിച്ച രാജ്യം യുക്രൈൻ. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച ഫ്രഞ്ച് നഗരം സ്ട്രാസ്ബർഗ്. 2024 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച ഫ്രഞ്ച് നഗരം സ്ട്രാസ്ബർഗ്. 2024 ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം റോട്ടർഡാം. 2024 ഹൈഡ്രജൻ ഉച്ചകോടിക്ക് വേദിയായ ഡച്ച് നഗരം റോട്ടർഡാം. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. 2027 ഫിഫ വനിതാ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ബ്രസീൽ. 2024 ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ബംഗ്ലാദേശ്. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അർദ്ധ സെഞ്ചുറി നേടിയ താരം ബാബർ അസം. തുടർച്ചയായി 3ാം തവണയും ലണ്ടൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യൻ വംശജൻ
സാദിഖ് ഖാൻ. തുടർച്ചയായി 3-ാം തവണയും ലണ്ടൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഷ്യൻ വംശജൻ സാദിഖ് ഖാൻ. ലീ ഷിയാൻ ലുങ്ങിന്റെ പിൻഗാമിയായി സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായ വ്യക്തി ലോറൻസ് വോങ്. ലീ ഷിയാൻ ലുങ്ങിന്റെ പിൻഗാമിയായി സിംഗപ്പൂരിന്റെ പുതിയ പ്രധാനമന്ത്രിയായ വ്യക്തി ലോറൻസ് വോങ്. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ തുലാം. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റ മുൻ പട്ടാള ഉദ്യോഗസ്ഥൻ ജനറൽ തുലാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലവിൽ വന്ന രാജ്യം ചിലി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നിരീക്ഷണാലയം നിലവിൽ വന്ന രാജ്യം ചിലി. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത ദിവസം മെയ് 25. ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന ആഹ്വാനം ചെയ്ത ദിവസം മെയ് 25. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര മാർക്കർ ദിനമായി ആഘോഷിച്ച ദിവസം മെയ് 24. ഐക്യരാഷ്ട്ര സംഘടന രാജ്യാന്തര മാർക്കർ ദിനമായി ആഘോഷിച്ച ദിവസം മെയ് 24. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ധോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ അമേരിക്കൻ നടി മെറിൽ സ്ട്രീപ്പ്. 77ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ധോർ പുരസ്കാരം ഏറ്റുവാങ്ങിയ അമേരിക്കൻ നടി മെറിൽ സ്ട്രീപ്പ്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ഇഗ സ്യാംടെക്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം നേടിയ പോളണ്ട് താരം ഇഗ സ്യാംടെക്. കാറൽ ഷീൽഡ്സ് നോവൽ പുരസ്കാരം നേടിയ ബ്രദർലെസ് നൈറ്റ് നോവലിന്റെ രചയിതാവ് വി ഗണേശാനന്ദൻ. കാറൽ ഷീൽഡ്സ് നോവൽ പുരസ്കാരം നേടിയ ബ്രദർലെസ് നൈറ്റ് നോവലിന്റെ രചയിതാവ് വി ഗണേശാനന്ദൻ. സ്പാനിഷ് ദേശീയ ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ 2023-24 സീസണിലെ ജേതാക്കൾ റയൽ മാഡ്രിഡ്. സ്പാനിഷ് ദേശീയ ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ 2023-24 സീസണിലെ ജേതാക്കൾ റയൽ മാഡ്രിഡ്. യുവേഫ യൂറോപ്പ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റ. യുവേഫ യൂറോപ്പ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ഇറ്റാലിയൻ ക്ലബ് അറ്റ്ലാന്റ. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റി. 2023-24 സീസണിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ് മാഞ്ചസ്റ്റർ സിറ്റി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് യുഗത്തിൽ തുടരെ 4 സീസണിൽ ജേതാക്കളാകുന്ന ആദ്യ ടീം മാഞ്ചസ്റ്റർ സിറ്റി. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംദോർ പുരസ്കാരം നേടിയ ചിത്രം അനോറ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പാംദോർ പുരസ്കാരം നേടിയ ചിത്രം അനോറ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ താരം മിഖേൽ ഗോമസ്. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയ താരം മിഖേൽ ഗോമസ്. ഏറ്റവും കൂടുതൽ തവണ 18 തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ നേപ്പാളി അല്ലാത്ത പർവതാരോഹകൻ എന്ന റെക്കോർഡ് നേടിയ വ്യക്തി കെൻഡ്രൻ പൂൾ. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ നേപ്പാളി അല്ലാത്ത പർവതാരോഹകൻ എന്ന റെക്കോർഡ് നേടിയ വ്യക്തി 18 തവണയാണ് കെൻഡ്രൻ പൂൾ. 2024 മെയ് 28 നോർവേയും അയർലൻഡും സ്പെയിനും സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപനം നടത്തിയ രാജ്യം പാലസ്തീൻ. 2024 മെയ് 28 നോർവേയും അയർലൻഡും സ്പെയിനും സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപനം നടത്തിയ രാജ്യം പലസ്തീൻ. 2023-24 സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ സ്പാനിഷ് ഫുട്ബോൾ ക്ലബ് റയൽ മാഡ്രിഡ്. 2023-24 സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ സ്പാനിഷ് ഫുട്ബോൾ ക്ലബ് റയൽ മാഡ്രിഡ്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ് റയൽ മാഡ്രിഡ് 15 തവണയാണ് കിരീടം നേടിയത്. ലോകത്തെ 4 വ്യത്യസ്ത ഫുട്ബോൾ ലീഗുകളിൽ ടോപ്പ് സ്കോറർ ആകുന്ന ആദ്യ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ.
ലോകത്തെ 4 വ്യത്യസ്ത ഫുട്ബോൾ ലീഗുകളിൽ ടോപ്പ് സ്കോറർ ആകുന്ന ആദ്യ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം അപ്പുലിയ. 2024 G7 ഉച്ചകോടിക്ക് വേദിയായ ഇറ്റാലിയൻ നഗരം അപ്പുലിയ. ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് തിരഞ്ഞെടുക്കപ്പെട്ട ഖൈറോസ് എന്ന നോവൽ രചിച്ച ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബെക്ക്. ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസിന് തിരഞ്ഞെടുക്കപ്പെട്ട ഖൈറോസ് എന്ന നോവൽ രചിച്ച ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻബെക്ക്. ഈ സീസണിലെ ഇംഗ്ലീഷ് FA കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഈ സീസണിലെ ഇംഗ്ലീഷ് FA കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്ഥാപനം സ്പേസ് എക്സ്. ലോകത്തെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ സ്റ്റാർഷിപ്പ് വിജയകരമായി പരീക്ഷിച്ച ബഹിരാകാശ സ്ഥാപനം സ്പേസ് എക്സ്. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസിൽ തയ്യാറാക്കിയ UAE ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ജയ്വാൻ. ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്, അതായത് UPI, യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് തയ്യാറാക്കിയ UAE ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ജയ്വാൻ. 3ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത സുനിത വില്യംസ്. 3ാം തവണയും ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യൻ വംശജയായ വനിത സുനിത വില്യംസ്. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം ബോയിങ് സ്റ്റാർലൈനർ. സുനിത വില്യംസിനെയും ബുഷ് വിൽമോറിനെയും രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ച പേടകം ബോയിങ് സ്റ്റാർലൈനർ. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാവ് സിറിൽ റാമഫോസ. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരത്തിലെത്തിയ ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാവ് സിറിൽ റാമഫോസ. മിനിറ്റ്മാൻ കിങ് രാജ്യാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം USA. മിനിറ്റ്മാൻ കുഷ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം USA. മിനിറ്റ്മാൻ. ഓക്കെ. ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ്. ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിൽ പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ്. ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിലെ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ താരം ഇഗ സ്വിയാതെക്. പോളണ്ടാണ് സ്വദേശം. ഈ വർഷത്തെ ഫ്രഞ്ച് ഓപ്പൺ ഗ്രാൻഡ് സ്ലാം ടെന്നീസിലെ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയ താരം ഇഗ സ്വിയാതെക്. ടെന്നീസിലെ ഓപ്പൺ യുഗത്തിൽ 5 ഗ്രാൻഡ് സ്ലാം കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇഗ സ്വിയാതെക്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാജ്യങ്ങൾ അണിനിരന്ന ദ്വിദിന സമാധാന ഉച്ചകോടി വേദിയായ രാജ്യം സ്വിറ്റ്സർലൻഡ്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങൾ അണിനിരന്ന ദ്വിദിന സമാധാന ഉച്ചകോടി വേദിയായ രാജ്യം സ്വിറ്റ്സർലാൻഡ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഐസ്ലാൻഡ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം ഐസ്ലാൻഡ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ആഗോള ജെൻഡർ വ്യത്യാസ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 129. 2024 ഏതു രാജ്യത്തിന്റെ കിരീടാവകാശിയായാണ് ഷെയ്ഖ് സബാ ഖാലിദ് അൽ ഹമ്മദ് അൽ സബാ അധികാരമേറ്റത്? കുവൈത്ത്. 2024 ഏതു രാജ്യത്തിന്റെ കിരീടാവകാശിയായാണ് ഷെയ്ഖ് സബാ ഖാലിദ് അൽ ഹമ്മദ് അൽ സബാ അധികാരമേറ്റത്? കുവൈത്ത്. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. അതേപോലെ തന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലും കൂടി ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.